وانفعنا وزدنا علما يا كريم. اللهم اعطنا الاخلاص وازدد ايماننا يا رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ എപ്പോഴും പേടിച്ച് അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അള്ളാഹു തരേണ്ട ഒരു മഹാസൗഭാഗ്യമാണ്. എപ്പോഴും അള്ളാഹുവിനെ സ്നേഹിച്ച്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിച്ച്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ഹംദിനെ കുറിച്ചായിരുന്നു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഹംദുലില്ലയുടെ വാക്കർത്ഥം എന്താണ്? അൽഹംദുലില്ലാ എന്നതിന് എന്തിനെയൊക്കെ സൂചിപ്പിക്കും? അൽഹംദുലില്ലാ എന്ന പദം വെച്ചുകൊണ്ട് ആരംഭിക്കുന്ന 3 പ്രാർത്ഥനകൾ കൂടി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു തുടങ്ങുക അത് ശരിക്കും ഒരു ആത്മകഥമാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട അല്ലെങ്കിൽ വരുന്ന സാധാരണ നിലക്ക് നമ്മൾ പറയാറുള്ള ഒരു നന്ദിയുടെ വാക്കായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് അൽഹംദുലില്ലയെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹംദിനെ കുറിച്ച് പറയുകയാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ ശുക്രു, അത് നന്ദിയാണ്. വൽ ഇസ്തിഖ്ദാഉ ലില്ലാ വൽ ഇഖ്റാറു ബിനിഅമതിഹി, അല്ലാഹ് തന്ന നിഅമത്തിനെ അൽഹംദുലില്ലാ എന്ന് പറയുന്നതോടുകൂടി അല്ലാഹ് തന്ന ഒരു നിഅമത്തിനെ അംഗീകരിക്കൽ കൂടിയാണ് എന്നാണ്. വ ഹിദായത്തിഹി, പഠിച്ചോൻ തന്ന ആ സന്മാർഗം, അല്ലെങ്കിൽ പഠിച്ചോൻ നമുക്ക് എന്തൊക്കെ നിഅമത്ത് തന്നാലാണ് നമ്മൾ അൽഹംദുലില്ലാ പറയാം. ആ നിഅമത്തിനെ അംഗീകരിക്കലും അല്ലാഹ് തന്ന ഹിദായത്തിനെ അംഗീകരിക്കലും വബ്തിദാഇഹി വഗൈരി ദാലിക്, അല്ലാഹു നമുക്ക് തന്ന ഒട്ടനേകം നിഅമത്തുകൾക്കുള്ള നന്ദിയായിക്കൊണ്ട് അത് അംഗീകരിച്ചു കൊണ്ടുള്ള സംസാരമാണ് ഹംദ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഹംദ് എന്താന്ന് ചോദിച്ചാൽ അത് ശരിക്കും നന്ദി പ്രകടനമാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അനിൽ ഹകം ബിൻ ഉമൈർ വകാനത് ലഹു സ്വഹ്ബ ഖാല ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖുൽത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫഖദ് ശകർതല്ലാഹ ഫസാദക. മഹാനായ ഹകം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയാണ്. ഹകം ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് തഫ്സീർ തുബരിയിൽ കാണാം, ഇദാ ഖുൽത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് ശകർതല്ലാഹ്, നീ അല്ലാഹുവിനെ നന്ദി ചെയ്തിരിക്കുന്നു. നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത് അള്ളാഹ്ക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം, നന്ദിയുള്ള അടിമ ആവണം എന്ന് നമ്മളൊക്കെ പഠിക്കാറുള്ളതും ആഗ്രഹിക്കാറുള്ളത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് തഫ്സീർ തുബരിയിൽ കാണാം, നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നതിന്, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. മഹാനായ അതേപോലെ തന്നെ തഫ്സീർ തുബരിയിൽ തന്നെ കാണാം ഒരു ചോദ്യമാണ്, എന്താ ഹംദുലില്ലാ, നമ്മൾ അൽഹംദുലില്ലാ എന്നാ പറയാ, എന്താ അൽഹംദുവിന്റെയും അതേപോലെ തന്നെ ഹംദിന്റെയും വ്യത്യാസം എന്നാണ്. തഫ്സീർ തുബരിയിൽ ആ അൽഹംദുലിനെ പറ്റിയുള്ള ദീർഘമായ ചർച്ചന്റെ ഇടയിൽ ആ ഷെയ്ഖ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഹംദുലില്ലയുടെയും അഥവാ അള്ളാഹ്ക്കാണ് ഹംദ് എന്ന് പറയുന്നതിനും അൽഹംദുലില്ലയുടെയും വ്യത്യാസം എന്താണെന്നുള്ള ചർച്ചയിൽ ഷെയ്ഖ് പറയാണ്, ജമീ അൽ മഹാമിദ് എന്നാണ്. അലിഫ്ലാം കൂടി ഹംദിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഹംദും, എല്ലാ നന്ദിയും, എല്ലാ സ്തുതിയും ഉൾപ്പെട്ടുന്ന ജമീ അൽ മഹാമദി വശുക്കർ, എല്ലാ മഹാമിദുകളും, എല്ലാ സ്തുതിയും വശുക്കുറുൽ കാമിൽ, പൂർണ്ണമായ എല്ലാ നന്ദിയും
ആ വാചകത്തിൽ ഉൾപ്പെടും അലിഫ്ലാം വരുമ്പോ എന്നുള്ളതാണ് മഹാനായ ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഹംദിനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളെന്ന് ഒന്ന് മുൻപ് കഴിഞ്ഞു പോയൊരു കാര്യം ഒന്ന് ആവർത്തിച്ചു സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് അർ-റഹ്മാനി അർ-റഹീം എന്നുള്ളതാണ്. അർ-റഹ്മാൻ റഹീം നമ്മൾ പറഞ്ഞു ഇതാണ് ബിസ്മി പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ കൂടി തഫ്സീറുകളിലും ആവർത്തിച്ചുകൊണ്ട് ഇതിന്റെ ചർച്ചയൊക്കെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നുകൂടി പറയാം. അർ-റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ വാക്കർത്ഥം നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ഈ പഠിച്ച വൈജ്ഞാനിക തലത്തിലല്ല നമ്മൾ പഠിച്ചത്, ആ രീതിയിൽ തന്നെ പറയണം. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് കരുണയുള്ളവൻ. അങ്ങനെ ഒന്ന് പറയാം. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായം? എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ, വിശ്വാസികൾക്കും എല്ലാത്ത ആൾക്കാർ. അർ-റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുന്നവൻ എന്നുള്ളതാണ്. ശരിയാണ്, പറഞ്ഞതിൽ ശരിയുത്തരാണെന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ, നമ്മൾ അർത്ഥം വെക്കുന്നത് പോലെ തന്നെ. അഥവാ വിശ്വാസിയായവർക്കും അവിശ്വാസിയായവർക്കും ബുദ്ധിയുള്ളവർക്കും ബുദ്ധിയില്ലാത്തവർക്കും എല്ലാവരോടും കരുണയുള്ളവൻ എന്നുള്ള രീതിയിലാണ് അർ-റഹ്മാന്റെ ഒരാശയം. അർ-റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായിക്കൊണ്ട് വിശ്വാസികളോട് പ്രത്യേക ഇഷ്ടം കാണിക്കുന്ന, വിശ്വാസികളോട് പ്രത്യേക ഒരു കരുണ കാണിക്കുന്നവൻ. എവിടെ? ആഖിറത്തിലും ഇവിടെയും, ദുനിയാവിലുണ്ട്. കാരണം ഇവിടെയും പഠിച്ചവൻ നമ്മളോട് മാത്രം കാണിക്കുന്ന, മുഅ്മിനീങ്ങളോട് മാത്രം കാണിക്കുന്ന ഒരുപാട് ഇതുണ്ട്, സ്നേഹമുണ്ട്. അഥവാ അള്ളാഹിനനുസരിച്ച് മാത്രം അള്ളാഹ് കൊടുക്കുന്ന കുറെ തുറവികളുണ്ട്. ഇപ്പോൾ ഒരു ആയത്ത് കാണാം, ഒമയത്തത്തില്ല, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് യജ്അൽ ലഹു മഖ്റജ, ഒരു വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറവി കൊടുക്കുന്ന, അത് അള്ളാഹിനെ സൂക്ഷിച്ച് തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന അഥവാ ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. അർ-റഹ്മാനി റഹീം എന്ന് പറയില്ല, ആ റഹീമിന്റെ പരിധിയിൽ വരുന്ന ഒരു ആയത്താണ് മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹുവിനെ സൂക്ഷിച്ചുവോ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തുറവിട്ട് കൊടുക്കുന്ന, ഒരു എക്സിറ്റ് ഇട്ട് കൊടുക്കുന്ന. മറ്റൊരു ഹദീസിൽ കാണാം, മിൻ ഹൈസു ലാ യഹ്തസിബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ വിചാരിക്കാത്ത രൂപത്തിൽ അവന് റിസ്ക് കൊടുക്കും, ഒരു തുറവി കൊടുക്കുന്ന ആയത്തുണ്ട്. അതൊക്കെ ഈ റഹീം എന്ന ആയത്തിൽ പെടുന്ന പരിധിയിൽ പെടുന്ന ആയത്തുകളായി മനസ്സിലാക്കുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആയത്തിന് ആയത്തുകൾ കൊണ്ട് വിശദീകരിക്കാന്ന് പഠിച്ചിട്ടുണ്ട്. ആയത്തിന് ആയത്തുകൾ കൊണ്ട് മനസ്സിലാക്കണം, ആയത്തിന് ആയത്തുകൾ കൊണ്ട് വിശദീകരിക്കണം. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കൊടുക്കുന്ന ഒരു കാരുണ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പരലോകത്ത് നമുക്കറിയാം സ്വർഗ്ഗമാണ്, പിന്നെ സിറാത്ത് പാലത്തിലൂടെയുള്ള പെട്ടെന്നുള്ള കടന്നുപോക്കാണ്, അതേപോലെ തന്നെ അർശിന്റെ തണല് ലഭിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചുകൊണ്ട് കൊടുക്കുന്ന കാരുണ്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ വെച്ചുകൊണ്ട് കൊടുക്കുന്ന കാരുണ്യത്തിൽ പ്രത്യേകിച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് കാണിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരിക്കാത്ത രീതിയിൽ സഹായിക്കുന്നുണ്ട്. പല സമയത്തും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പല പ്രശ്നങ്ങളും നമ്മളെ കൈച്ചലാക്കി തരുന്നുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹു കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട്. ഇതൊക്കെ അർ-റഹീം എന്ന ആയത്തിന്റെ പരിധിയിൽ ആശയത്തിൽ വരുന്നു മനസ്സിലാക്കുക. ഇതൊക്കെ പഠിക്കുമ്പോൾ രണ്ട് രീതിയിൽ നമ്മളെ മനസ്സിലേക്ക് കയറണ്ടേ. ഒന്ന്, വൈജ്ഞാനിക തലത്തിൽ ഇത് എന്താന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ഇങ്ങനൊക്കെ ഒരു കാരുണ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അഥവാ നമുക്ക് മാത്രമായിട്ട് പഠിച്ചോൻ ഈ ദുനിയാവിലും കുറെ കാരുണ്യങ്ങൾ വെച്ച് നീട്ടിയിട്ടുണ്ട്. ഈ മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ പോലെ അത് നമ്മൾ തേടണം പഠിച്ചവനോട്. അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു സിഫത്താണെന്ന് കൂടി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഫത്തുൽ ജലാല, അഥവാ ദുർ റഹ്മത്തിൽ വാസിയ, വിശാലമായ കാരുണ്യമുള്ളവൻ എന്നുള്ളതാണ്. അതൊരു കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്, പേരാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അർ-റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ദുർ റഹ്മത്തിൽ വാസില, അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പേരാണ് അർ-റഹീം എന്നുള്ളതും. അർ-റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ വസ്ഫിനെ, വിശേഷണത്തെ സൂചിപ്പിക്കുന്ന പേരാണ് എന്നുള്ളതുമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇനി ഇതിനെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പണ്ഡിതന്മാരെ പേര് പറഞ്ഞു. ഒന്ന്, നമ്മുടെ പണ്ഡിതന്മാരെ നമ്മൾ അറിയണം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ ഒരു 2001 മരണപ്പെട്ടു പോയ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. വെറുതെ നമ്മൾ ഇപ്പൊ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ അടിച്ചു നോക്കണം. മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരാണ് ഇന്ന്
സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാരെല്ലാവരും ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരാണ്. അഥവാ നമ്മൾ അവലംബിക്കുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ സൗദിയിലെ പണ്ഡിതന്മാരാണ്. സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല, ഇന്നത്തെ ജീവിച്ചിരിപ്പുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതനായിരിച്ച സ്വാലിഹ് അൽ ഫൗസാനാണ്. പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. പണ്ഡിതന്മാരെല്ലാവരും സ്വാലിഹ് അൽ ഫൗസാനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അൽ വാലിദ് എന്ന് വിളിക്കുക. അൽ വാലിദ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പറയണ ഉപ്പ എന്നുള്ളതാണ്. അഥവാ ഉപ്പയുടെ സ്ഥാനത്തുള്ള ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ എല്ലാ പണ്ഡിതന്മാരുടെയും പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ അൽ വാലിദ് എന്ന ആളുകൾ വിളിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. അഥവാ ആ പണ്ഡിതന്റെ പേരാണ് സ്വാലിഹ് അൽ ഫൗസാൻ. ഇന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതൻ. ആ പണ്ഡിതൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ആ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മളൊന്ന് കാണണം. ആരാണ്? നമ്മളിന്ന് കേൾക്കുന്ന പല ഫത്വകളും സ്വാലിഹ് അൽ ഫൗസാന്റെ ഫത്വകളാണ്. ആ സ്വാലിഹ് അൽ ഫൗസാന്റെ പോലും ഉസ്താദ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ഇല്ലാത്ത, ഗ്രന്ഥം ഇല്ലാത്ത ലൈബ്രറി ഇല്ല. നമ്മളിപ്പോൾ ഏത് പള്ളിയിൽ പോവാണെങ്കിലും, ഇപ്പോൾ ഇവിടുത്തെ ഈ ചെറിയ പള്ളിയിൽ പോവാണെങ്കിലും, അനസ് പള്ളി പോലത്തെ വലിയ പള്ളിയിൽ പോകണം, എവിടെ പോവാണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നിങ്ങളെ ബുക്കുകളുടെ ലിസ്റ്റ് ഇങ്ങനെ തപ്പിക്കഴിഞ്ഞാൽ കാണാം ഉസൈമിൻ എഴുതിയ കിതാബ് എന്നാണ്. ഒരുപാട് കിതാബുകൾ ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുണ്ട്. നമ്മുടെ നേതാവാണ് ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി അദ്ദേഹം അർ-റഹ്മാൻ റഹീം എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാണ് ഇസ്ബാത്തു ഹാദൈനിൽ ഇസ്മൈൻ അൽ കരീമൈൻ. ഈ ആയത്തുകൾ കൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ ഫവായിദ് ഗുണപാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർ-റഹ്മാൻ റഹീം എന്ന രണ്ട് പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്ന ഉറപ്പിക്കലാണ്. അഥവാ അങ്ങനത്തെ പേര് അള്ളാഹ്ക്ക് ഉണ്ട്. രണ്ടാമത്തെ അദ്ദേഹം പറയാണ് മാ തളമ്മനാഹു മിനർ റഹ്മത്തില്ലതി ഹിയൽ വസ്ഫു. അള്ളാഹ്ക്ക് റഹ്മത്ത് എന്ന വസ്ഫ് അള്ളാഹ്ക്ക് ഉണ്ട് എന്ന്. അത് പ്രത്യേകം പറയാൻ കാരണം ഒരു വിഭാഗം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹുവിന് റഹ്മത്ത് എന്ന് പറഞ്ഞ ഒന്നും അള്ളാഹ്ക്കില്ല. ഈ കാരുണ്യം ഉണ്ടാവുക ഒരു കാരുണ്യം എന്നുള്ള ദുർബലതയാണ് ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ ദുർബലതയാണ്. അതെങ്ങനെ ഒരു സൃഷ്ടാവിനുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് റഹ്മത്ത് ഉണ്ടാവുക എന്നതിന് നിഷേധിക്കുന്ന, അള്ളാഹുവിന് റഹ്മാൻ എന്ന പേരുണ്ടാവുന്നതിന് നിഷേധിക്കുന്ന, അള്ളാഹുവിന് അങ്ങനത്തെ ഒരു സിഫത്ത് ഉണ്ടാവുന്നതിന് നിഷേധിക്കുന്ന വിഭാഗങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ അതിനെ നിഷേധിച്ചുകൊണ്ട് മഹാനായ സ്വാലിഹ് അൽ ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അള്ളാഹു കാരുണ്യം എന്ന് പറഞ്ഞ സിഫത്തുണ്ട്, അള്ളാഹുവിന് കാരുണ്യം എന്ന് പറഞ്ഞ വിശേഷണമുണ്ട്, പക്ഷെ അത് സൃഷ്ടികളെ പോലെയല്ല എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ അർ-റഹ്മാൻ റഹീം എന്ന ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് കൂടിയുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞ ആരുടെ ശിഷ്യനാണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ്. ഇമാം ബുഖാരി എവിടുത്തുകാരനാണ്? ബുഖാറ, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലെ മഹാപണ്ഡിതനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ആ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. എന്താ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നശിപ്പിക്കാനാണ്, അദ്ദേഹത്തിന്റെ മുഖം മോശപ്പെടുത്തിക്കൊണ്ട് കാണിക്കാനാണ് ചരിത്രത്തിലെ പല ഓറിയന്റലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മോശപ്പെടുത്തിക്കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ തകർക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാരണം ഏറ്റവും കൂടുതൽ ഹദീസ് വന്നത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കൂടെയാണ്. അതേപോലെ തന്നെ ആയിഷ ബീവിയാണ് അവർ രണ്ടാമതായിക്കൊണ്ട് മോശമായിക്കൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലൗ യഅലമുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ, അവൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുണ്ടാവുന്ന ആ ശിക്ഷയുടെ കാഠിന്യവും ആ ശിക്ഷയെക്കുറിച്ച് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ത്വമഅ ബി ജന്നതിഹി അഹദുൻ, സ്വർഗ്ഗത്ത് ഒരുത്തനും ആഗ്രഹിക്കുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പടച്ചോന്റെ ശിക്ഷയെക്കുറിച്ച് ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർഗത്തെ കുറിച്ച് ഒരുത്തരം ആഗ്രഹിക്കാൻ പോലും ആഗ്രഹിക്കൂല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ സ്വർഗത്തിൽ കയറുന്ന ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട് ജിബ്രീലിനോടൊന്ന് സ്വർഗത്തിൽ പോയി വാന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നരകത്തിൽ പോയി വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നരകത്തിലേക്ക് പോയി വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ആ നരകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാരിഹകൾ കൊണ്ട് പൊതിഞ്ഞു. മക്കാരിഹകൾ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിലേക്ക് കയറി ഇറങ്ങിയപ്പോൾ അള്ളാഹിനോട് പറഞ്ഞു അള്ളാഹു ഇതിലേക്ക് കയറാണ്ട് ആരും പോരാലോ, അത്രയും അങ്ങനാണല്ലോ ഇവിടുത്തെ അവസ്ഥ. അഥവാ കുറെ ഹറാമുകൾ കൊണ്ട് പൊതിഞ്ഞതാണ്
നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ, അഥവാ അതിന്റെ ഉദ്ദേശം അതൊക്കെ ചെയ്തോല് നരകത്തിലെത്തും. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിൽ കയറി ഇറങ്ങിയപ്പോ കണ്ടപ്പോ ജിബ്രീൽ അള്ളാഹോട് പറയാണ്, അള്ളാഹ് ഇതിലിപ്പോ ആരും കയറാണ്ട് പോരാ, എല്ലാവരും ഇതിൽ പെട്ടുപോയല്ലോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിൽ കയറി ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് കയറി ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വിശാലതയും അതിന്റെ നിയമത്തും കണ്ടിട്ട് പഠിച്ചോലെ ഇതിലിപ്പോ എല്ലാവരും കയറുമല്ലോ. അങ്ങനെ അഥവാ വിവരണാതീതമാണ് എന്നുള്ളതാണ് ആ ഹദീസ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ഒരു മുഅ്മിനും സ്വർഗം ആഗ്രഹിക്കൂല എന്ന്. അള്ളാഹിന്റെ ശിക്ഷയുടെ ഗാംഭീര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ, ആ ഹദീസിന്റെ ബാക്കി കാണാം, വലൗ യഅലമുൽ കാഫിർ, ഒരു കാഫിർ അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ഇൻദല്ലാഹി മിനർ റഹ്മ, ഒരു കാഫിർ, റസൂൽ പറയുന്ന ഹദീസാണ്, ഒരു കാഫിർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹിന്റെ അടുത്തുള്ള റഹ്മത്തിനെ കുറിച്ച് ഒരു കാഫിർ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ തനത മിൻ ജന്നതി അഹദുൻ, ഒരു കാഫിറും സ്വർഗത്തെ കുറിച്ച് നിരാശനാവുകയില്ല എന്നുള്ളതാണ്. ഒരു കാഫിറിന്റെ വിധി നമുക്കറിയാം, ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാറാണ്, എപ്പോഴും നരകത്തിൽ ശാശ്വതനായിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു കാഫിർ അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹിന്റെ അടുത്തുള്ള റഹ്മത്തിന്റെ വിശാലതയെ കുറിച്ച് ഓൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഓനൊരിക്കലും സ്വർഗത്തെ തൊട്ട് നിരാശനാവില്ല. അഥവാ സ്വർഗം ഓനും പോലും ആഗ്രഹിക്കുന്നു. ഒരു കാഫിർ പോലും, അർഹനല്ലാത്ത കാഫിർ പോലും നരകത്തെ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, അള്ളാഹിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കും, സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, അള്ളാഹിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന. അള്ളാഹിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹ് പറഞ്ഞു എന്നുകൊണ്ട് ആരംഭിക്കുന്ന ഹദീസുകളുണ്ട്. ഹദീസുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഹദീസുകൾ, അള്ളാഹു റസൂൽ പറയാം അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഹദീസുകൾ, അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. ആ ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്റെ കാരുണ്യം ഗളബിനെ മുൻകടന്നിരിക്കുന്നു. അള്ളാഹ്ക്ക് കോപം എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്, വിശേഷമാണ്. റഹ്മത്ത് എന്നുള്ളതും അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, എന്റെ കോപത്തെ, എന്റെ ദേഷ്യത്തിനെ ആര് മറികടന്നിരിക്കുന്നു? എന്റെ റഹ്മത്ത് തന്നെ, എന്റെ കാരുണ്യം മറികടന്നിരിക്കുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഏറ്റവും വലിയ വിശേഷണമാണ് കാരുണ്യം എന്നുള്ളതാണ്. ആ കാരുണ്യത്തെ നമ്മൾ തേടണം. ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട ഒരുപാട് ഹദീസുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസില്ലേ, അള്ളാഹിന്റെ കാരുണ്യം ഞങ്ങൾ ആരും സ്വർഗത്തിൽ പോകില്ല. അപ്പൊ റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലെ അങ്ങും കയറും. ഇപ്പൊ മൊത്തത്തിലാ റസൂൽ എന്ന് പറഞ്ഞേ, ആരും കയറൂല അള്ളാഹിന്റെ കാരുണ്യം ഇല്ലാണ്ടെന്ന് പറയാം. അത് നമ്മുടെ അമലോട്ടൊന്നുമല്ല നമ്മൾ കയറുന്ന ഒരുത്തൻ സ്വർഗത്തിൽ കയറുണ്ടെങ്കിൽ പഠിച്ചോന്റെ റഹ്മത്തോണ്ട് മാത്രമാണ് കയറുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് തിരിച്ചു ചോദിച്ച ചോദ്യം, റസൂലെ അങ്ങും കയറൂലെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി ഇല്ല ഞാനും കയറൂല എന്ന് പറഞ്ഞു. റസൂലുള്ള പോലും റസൂലുള്ളാഹിന്റെ അമലോണ്ടല്ല, പഠിച്ചോന്റെ റഹ്മത്തിനെ കൊണ്ടാണ് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസ്, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ട ഒരു ആയത്താണ്. അപ്പൊ ഈ ഹദീസൊക്കെ ഈ ആയത്ത് ഓതുമ്പോൾ നമ്മളെ മനസ്സിൽ വന്ന എന്താ സംഭവിക്കുക? നമ്മളൊന്ന് വിതുമ്പിപ്പോവും. റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് വിതുമ്പിപ്പോവും. പഠിച്ചോനെ ഈ റഹ്മത്ത് കിട്ടിയിട്ട് വേണമല്ലോ, ആ റഹീം എന്ന് പറയുന്നതിലെ ഒരു റഹ്മത്ത് കിട്ടിയിട്ട് വേണമല്ലോ എനിക്ക് നാളെ കൈച്ചലായി പോവാൻ. ഈ ഹദീസ് നമ്മൾ ഓർമ്മയിൽ വരും. റസൂലുള്ള പോലും ആ റഹീം എന്ന പദത്തിലെ റഹ്മത്ത് കിട്ടിയിട്ട് വേണം അള്ളാഹിന്റെ അടുത്ത് കൈച്ചലായി പോവാൻ. അപ്പൊ നമുക്ക് പോലും ആ റഹീം എന്ന് പറയുമ്പോൾ അവിടെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, ആയത്തുകൾ കേൾക്കുമ്പോൾ ദുആ ചെയ്യണം. ഫാത്തിഹയിലായിക്കോട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ ആയത്തുകൾ എത്തുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. സ്വർഗത്തിന്റെ നിയമത്തുകൾ പറയുന്ന ആയത്തുകൾ എത്തുമ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, ഞാൻ സ്വർഗം തേടുന്നു, ആവശ്യപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു റസൂല് സ്വർഗത്തെ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. നമുക്കും ആ സുന്നത്ത് എടുക്കണം. ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മളും അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ റഹീം എന്ന് കേൾക്കുമ്പോൾ, ആ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, പഠിച്ചോനെ അല്ലാഹുമ്മ ജഅൽനി മിൻഹും, ആ റഹീമിൽ ഞങ്ങളെ പെടുത്തണം അല്ലാ എന്ന് അറബിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പൊ ആ ആയത്ത് കേൾക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരണമെങ്കിൽ, ഒരു തദബ്ബുർ വരണമെങ്കിൽ ഈ ഹദീസുകളൊക്കെ ഓർമ്മ വരണം. പടച്ചോന്റെ ഗളബിനേക്കാളും അള്ളാഹിന്റെ റഹ്മത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹിന്റെ കോപത്തെക്കാളും അള്ളാഹ് തന്നെ പ്രാമുഖ്യം കൊടുത്തിട്ട് അള്ളാഹിന്റെ റഹ്മത്തിനാണ്. പിന്നെ ഒരുപാട് ഹറാമുകൾ ചെയ്തിട്ട് ഇങ്ങനെ കൽബ് ഇങ്ങനെ കറുത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതോറും കൽബ് ഇങ്ങനെ കറുത്തു പോകുന്നു. ആ കറുത്ത കൽബുള്ള ആൾക്കാർക്കും ഓർമ്മ വരേണ്ടി പഠിച്ചോന്റെ റഹ്മത്ത്, പഠിച്ചോന്റെ കോപത്തേക്കാളും മുൻകടന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് പഠിച്ചോന്റെ ഒരു പ്രതീക്ഷ, ഈ ഹദീസ് ഓർമ്മ വരണം. ഒരു കാഫിർ പോലും അള്ളാഹിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഅ്മിന കാഫിറിനേക്കാൾ പ്രതീക്ഷിച്ചൂടെ? എന്തായാലും അതിനെ കാഫിറിനേക്കാളും ഒരുപടി മുന്നിലാണ്, എത്രയോ പടി മുന്നിലാണല്ലോ. അപ്പൊ ഈ ഹദീസുകളൊക്കെ ഈ ഒറ്റ രായത്ത് പറയുമ്പോൾ നമ്മുടെ കൽബിലേക്ക് വരേണ്ടതുണ്ട്. അവിടെയാണ് എന്നാലെ പഠിച്ചൊക്കെ മുതലാവുള്ളൂ. അല്ലാണ്ട് വെറുതെ വാക്കർത്ഥം പരമകാരുണ്യം കരുണാനിധി കലാകാലം ഇങ്ങനെ പരിഭാഷ പഠിച്ചു പോകണമെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ എത്ര ആൾക്കാർ പഠിക്കുന്നുണ്ട്. കാഫിരിങ്ങൾക്ക് വരെ റഹ്മാൻ റഹീമിന്റെ അർത്ഥം അറിയാം. നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു മോളെ പറയും പരമകാരുണ്യരും കരുണാനിധിയും. ഒരു കാഫിറാണ്, ഒരു അമുസ്ലിമായ വ്യക്തിയാണ്, ഖുറാന്റെ പരിഭാഷക്ക് കാവ്യമായ രൂപത്തിലുള്ള പരിഭാഷകളുണ്ട്. ഓല് വരെ കൊടുത്തിട്ടുണ്ട് കാവ്യ രൂപത്തിൽ. പക്ഷെ ഓൽക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഫീൽ ചെയ്തിട്ടില്ല. ഓൽക്ക് അതിന്റെ വ്യാപ്തി അറിയില്ല. ഒരു റഹ്മാൻ റഹീം അല്ലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ വ്യാപ്തി പോലെ അറിഞ്ഞിട്ടുണ്ട്. ഓൺ ദ സ്പോട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് മുമ്പ് പിന്നെ കവിത പോലും എഴുതാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അവർക്കാർക്കും അറിയില്ല. നമ്മളും ആ ലെവലാകാൻ പാടില്ല. നമ്മളും അവരും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണം. അപ്പൊ ഈ ഹദീസുകളൊക്കെ ഇത് പറയുമ്പോൾ ഓർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും 2 സിഫത്തുകളാണ് അർ റഹ്മാനും അർ റഹീമും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ആയത്ത് മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താ? മാലികി യൗമിദ്ദീൻ നമ്മൾ മനസ്സിലാക്കണം. എന്താ അതിന്റെ അർത്ഥമായിട്ട് നമ്മൾ പഠിച്ചത്? പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. പക്ഷെ 2 ഓത്ത് നമ്മൾ കേൾക്കാറുണ്ട് പള്ളിയിൽ നിന്ന്. മലികി യൗമിദ്ദീൻ എന്ന ഓത്തും നമ്മൾ കേൾക്കാറുണ്ട്, മാലികി യൗമിദ്ദീൻ എന്ന ഓർത്തും നമ്മൾ കേൾക്കാറുണ്ട്. പണ്ഡിതന്മാർ പറയാറുള്ള ഒരു വാർത്താനുണ്ട്, അന്നാസു അഅദാഉൻ ലിമാ ജഹീലു. നമുക്കറിയാത്തതിന്റെ ശത്രുക്കളാണ് നമ്മൾ എന്ന് പറയാറുണ്ട്. അഥവാ നമ്മൾ പുതിയതായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഇതൊന്നും ഇസ്ലാമിലില്ലാലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇപ്പോ മാലികി യൗമിദ്ദീനും മലികി യൗമിദ്ദീനും പാരായണം നമ്മൾ കേൾക്കുമ്പോൾ രണ്ടും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിക്കൊണ്ട് എന്താക്കണം, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അങ്ങനെ പക്ഷെ 2 അർത്ഥമാണ്, 2 ആശയമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിറാഅത്തു സബ്അ. ഖുർആൻ എത്ര പാരായണ രീതികളുണ്ട്? 7 പാരായണ രീതികളുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാനൊന്നും സമയമില്ല. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുക എങ്ങനെയൊക്കെ പാരായണം ചെയ്യേണ്ടത്. 7 തരത്തിലുള്ള ഖുർആൻ പാരായണം ഉണ്ട് എന്നാണ്. എടി മാലികി യൗമിദ്ദീനും മലികി യൗമിദ്ദീൻ നമ്മളുടെ വ്യത്യാസമുണ്ട്, ആശയപരമായിട്ട് വ്യത്യാസമുണ്ട്. മലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ മുൽക്കുൻ ഹഖീഖി അന്ന മിനൽ ഖൽഖി മയകൂനു മുൽക്കൻ. മലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരി എന്നുള്ളതാണ്. ആ സുൽത്താനിയത്തുള്ളവൻ, ഒരു അധികാരമുള്ളവൻ, ആധിപത്യമുള്ളവൻ. ഇതൊക്കെയാണ് മലിക് എന്ന പദം കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ്. മലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയ്യകൂനു മുൽക്കൻ വലാകിൻ ലൈസ ബിമാലിക്. മാലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ, ഓണർഷിപ്പ്, ഉടമസ്ഥത എന്നുള്ളതാണ്. യുസമ്മ മലിക്കൻ ഇസ്മൻ വലൈസ ലഹു മിനത് തദ്ബീർ. ചില ആൾക്കാർക്ക് രാജാക്കന്മാരായിരിക്കും, പക്ഷെ ഓർക്ക് എല്ലാത്തിനും ഉടമസ്ഥത ഉണ്ടെന്ന് വരില്ല. അധികാരം, അതേപോലെ അധികാരം ഉണ്ടാവുക എന്നുള്ളതും ഉടമസ്ഥത ഉണ്ടാവുക എന്നുള്ളതും രണ്ടാണ്. ഒരു കാര്യത്തിന്മേൽ അധികാരം ഉണ്ടാവുക എന്നുള്ളതും. ഇപ്പോ ഇവിടുത്തെ രാജാവ് അഹമ്മദ് ബിൻ ഈസ ഉദാഹരണം പറയുകയാണ്. അദ്ദേഹം ഇതിന്റെ എല്ലാത്തിൻ്റെ കൂടി രാജാവാണ്, പക്ഷെ എല്ലാത്തിനും ഉടമസ്ഥനാണ്. നമ്മളൊക്കെ മാലിക്യങ്ങളാണ്. നമ്മളൊക്കെ പദാർത്ഥം നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തിൻ്റെങ്കിലും ഉടമസ്ഥത നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ഒക്കെ അധികാരി ആരാണ്? രാജാവാണ്. രാജാവിന് മലിക് എന്ന് പറയും. അഥവാ നമ്മുടെ മേൽ അധികാരമുള്ളവൻ, നമ്മുടെ മേൽ കൈകാര്യകർത്തത്തിന് അധികാരമുള്ളവൻ. അതൊക്കെയാണ് മലിക് എന്ന പദത്തിന്റെ അർത്ഥം. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം കൂടിയുള്ളവൻ. ഉടമസ്ഥത ഉണ്ടെങ്കിലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അഥവാ മാലിക് ആയി കഴിഞ്ഞാല് ഒരാൾക്ക് അത് ഉപയോഗിക്കാൻ ഒരു ഓണർഷിപ്പ് കൂടി ഉണ്ടെങ്കിൽ അത് കൈകാര്യകർത്ത ആവാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ പണ്ഡിതന്മാർ പറയാണ്, ആയത്തിൽ 2 ഉണ്ടല്ലോ, മലിക്കുന്നുണ്ട് മാലിക്കുന്നുണ്ടല്ലോ. ഇത് 2 ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ചോദ്യം, മാലിക് യൗമുദ്ദീൻ എന്നാണ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ ആണോ? ദീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ജസാ എന്നർത്ഥം, പ്രതിഫലം എന്നാണ് അർത്ഥം. പ്രതിഫലം എന്നും അർത്ഥമുണ്ട്, അമൽ പ്രവർത്തനം എന്നും അർത്ഥമുണ്ട്.
പ്രതിഫലം എന്നും അർത്ഥമുണ്ട്, പ്രവർത്തനം എന്നും അർത്ഥമുണ്ട് ദീൻ. അപ്പൊ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് കൊടുക്കാറുള്ള അർത്ഥം. അത് എന്തിന്റെ പേരാണ്? പരലോകത്തിന്റെ ഒരു പേരാണ്. ഖിയാമത്ത് മഹ്ശറിന്റെ ഒരു പേര്. മറ്റൊരു പേര് പറയാൻ പറ്റുമോ? യൗമുദ്ദീൻ പ്രതിഫല ദിവസം. വെറും ദീൻ എന്ന് പറയുമ്പോ അദ്ദീൻ എന്ന് പറയുമ്പോ നമുക്ക് പറയാം ശരിക്കും അതിന് അൽ ജസാ എന്നുള്ള പ്രതിഫലം എന്ന അർത്ഥം തന്നെ ഉണ്ട്. അൽ ദീൻ എന്ന് പറഞ്ഞാല് പ്രതിഫലം എന്ന അർത്ഥം തന്നെ ഉണ്ട് എന്നുള്ള. അപ്പൊ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസം, പ്രതിഫലം തരുന്ന, നമ്മൾ എന്താണോ പ്രവർത്തിച്ചത് അതിനുള്ള പ്രതിഫലം തരുന്ന ദിവസം എന്നാണ് യൗമുദ്ദീന്റെ വാക്കർത്ഥം. യൗമുദ്ദീൻ മഹ്ശർ, അത് പരലോകത്തിന് രണ്ടു പേരാ. വേറെ പേര് പറയാൻ പറ്റുമോ? യൗമുൽ ഹിസാബ്, വിചാരണ ദിവസം. പിന്നെ ഓരോ പേര് പരലോകത്തിന്റെ ഓരോ പ്രത്യേകത. എന്തു പറയാം? കുറെ പറയേണ്ടിയുണ്ട്. നമ്മൾ പഠിച്ച ചെറിയ ചെറിയ സൂറത്തുകളുടെ പേര് പോലും ഖിയാമത്ത് നാളിന്റെ പേരാ. പറയാൻ പറ്റുമോ? നമ്മള് മലയാളത്തിൽ ഒരുപാട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിൽ വരുന്ന ഒരുപാട് പേരില്ല. അപ്പൊ മഹ്ശറ എന്നുള്ള നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ വരുന്ന പേരാണ്. മഹ്ശറ മഹ്ശറ മഹ്ശറ. അൽ ഹാഖ, യൗമുൽ ഹാഖ ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ്. പിന്നെ അടുത്ത യൗമുൽ തഗാബുൻ, സൂറത്തു തഗാബുൻ എന്ന് കേട്ടിട്ടുണ്ടാവും. യൗമുൽ ഖാരിഅ, അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. വാഖിഅ, യൗമുൽ വാഖിഅ, ആ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ആയത്താണ്. ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക എന്നുള്ളത് എന്താണ്? അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി. ഇത് ഓരോ മുസ്ലിം മനപ്പാടാക്കേണ്ട ഹദീസാണ്. ഈമാൻകാരി ഒറ്റ കോർവയിൽ പറയുന്ന ഹദീസ്. ഈ മലയാളത്തിൽ പഠിച്ചാൽ പോരെ. നമ്മൾ ചിലതൊക്കെ നമ്മൾ അറബിയിൽ തന്നെ പഠിക്കുന്ന ഹദീസ്. എന്താണ് ഈമാൻകാരി വെച്ചാൽ അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, വ മലായികതി അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, വ കുതുബിഹി അവന്റെ, വ റസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി എന്ന് പറഞ്ഞ ഹദീസ് അങ്ങനെ തന്നെ നമ്മൾ മനപ്പാടാക്കുക. വലിയ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ പഠിച്ച ആ പദങ്ങൾ തന്നെ ഒന്ന് കോർവയിൽ പഠിക്കുക എന്നുള്ളത് ഈമാൻകാരിൽ പെട്ടതാണ്. ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക ഈമാൻ കാര്യത്തിൽ പെട്ടതാണെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ വിശ്വസിക്കലും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന എല്ലാ ഹദീസുകളും വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ മാലിക്കും മലിക്കും നമ്മുടെ വ്യത്യാസം പറഞ്ഞു, യൗമുദ്ദീന്റെ അർത്ഥവും പറഞ്ഞു. ഇനി യൗമുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പല പല സിഫത്തുകളും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം, അള്ളാഹ് പറഞ്ഞത് യൗമുദ്ദീന്റെ മലിക്കാണ് അള്ളാഹ് എന്നാ പറഞ്ഞു. പ്രതിഫല ദിവസത്തിന്റെ മലിക്കാണ് അല്ലെങ്കിൽ മാലിക്കാണ്, രണ്ടും പറയാം. അപ്പൊ മാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലാണ്. കൈകാര്യകർത്തത്തിന് അധികാരമുള്ള ഒരു ഉടമസ്ഥൻ എന്നർത്ഥം. മലിക് എന്ന് പറയുമ്പോൾ അധികാരി, രാജാവ് എന്നൊക്കെ അർത്ഥത്തിലാണ് വരിക. ആധിപത്യമുള്ളവൻ, സുൽത്താനിയത്തുള്ളവൻ, സൽത്തനത്തുള്ളവൻ എന്നുള്ളതാണ് മലിക്കിന്റെ അർത്ഥം. മാലിക്കിന്റെ അർത്ഥം രണ്ടാം വേറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് രണ്ടുമുള്ള ഒരേ ഒരാളാരും മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരേ സമയം അധികാരവും തദ്ബീർ അഥവാ അധികാരവും കൈകാര്യകർത്തൃത്വവും ഉടമസ്ഥാവകാശം എല്ലാം കൂടിയുള്ളത് അള്ളാഹ്ക്ക് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തൊരു തഫ്സീറിൽ വന്നൊരു ചർച്ചയാണ്, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക് എന്നുള്ളത് യൗമുദ്ദീന് ചേർത്തി പറഞ്ഞു? അള്ളാഹ് ദുനിയാവിലെ രാജാവല്ല, അള്ളാഹ് ഈ ലോകത്തിലുള്ള രാജാവാണ്. പ്രതിഫല ദിവസത്തിന്റെ രാജാവ് അള്ളയാണ്. എന്തുകൊണ്ട്? എന്നിട്ട് ഖുർആനിലെ യൗമുദ്ദീൻ പ്രതിഫല ദിവസത്തിലേക്ക് മാത്രം ചേർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മലിക് അല്ലെ മാലിക് എന്ന പേര് വന്നു. പരലോക ജീവിതം ശാശ്വതമാണ്. അല്ല, പരലോക ജീവിതം ശാശ്വതമാണ്. പക്ഷെ ഈ ലോകത്ത് അള്ളാഹ് രാജാവാണല്ലോ. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹ്ക്ക് അവിടെ മാത്രം മാലിക്, പരലോകത്തിലേക്ക് മാത്രം ചേർത്തിക്കൊണ്ട് മാലിക് പറഞ്ഞു? ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട സാധനം. ഇങ്ങനെ ഓരോ കുരുട്ട് ചിന്ത നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചിന്താ കപ്പാസിറ്റി പോലും കൂടാന്ന് അറിയില്ല. നമ്മള് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ചോദ്യം പോലും വരുള്ളൂ. ഇതൊക്കെ തഫ്സീറിൽ വന്ന ചർച്ചകളാണ്. നമ്മളെപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തുകൊണ്ട് പരലോകത്തിലേക്ക് മാത്രം ചേർത്തിക്കൊണ്ട് യൗമുദ്ദീൻ, പരലോകത്തിന്റെ പഠിച്ചോന്റെ മാലിക് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് അങ്ങനെ വന്നു? എന്തുകൊണ്ട് മാലിക്കുൽ ആലമീൻ? ഇപ്പൊ തൊട്ടടുത്ത മേലെ താഴത്തെന്താ? റഹ്മാന്റെ മേലെ താഴത്തെന്താ? റബ്ബുൽ ആലമീൻ. ജിന്നിന്റെയും മനുഷ്യനെ ലോകത്തെ എല്ലാത്തിന്റെയും റബ്ബുന്ന മേലിൽ വന്ന് ഈ ലോകത്തിന്റെ മാലിക് എന്ന് വന്നിട്ടില്ല, പരലോകത്തിന്റെ മാലിക് എന്നാ വന്നു.
എന്തായിരിക്കും കാരണം? അങ്ങനല്ല, എല്ലായിടത്തും ജീവിക്കണ്ടല്ലോ. കച്ചിത്തുരുമ്പായോണ്ട അവസാനമായിട്ടുള്ള ഒരു ലോകമായോണ്ട്, രണ്ടാമത്തെ ഒരു ലോകമായതുകൊണ്ട്. ലോകം 3 ഉണ്ടല്ലോ. അപ്പൊ അതെ, യെസ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, തബാറക്കർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഗാഫിറിൽ പറയുന്ന ഒരു വർത്താനുണ്ട്. അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം ആരാണ് മലിക്കായിട്ടുള്ളത്? അള്ളാന്റെ വല്ലാത്തൊരു ചോദ്യം. ഒരു ഹദീസിൽ കാണാം, ഐനൽ ജബ്ബാറൂൻ, അഹങ്കാരികൾ എവിടെ? ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ എവിടെ? ജബ്ബാരിങ്ങൾ എവിടെ? ഓലൊക്കെ എവിടെ? എവിടെ? നാട്ടില് ഈ ലോകത്ത് അഹങ്കാരം നടിച്ച് അധികാരം നടിച്ച് ജീവിച്ച ആൾക്കാരൊക്കെ ഓരോടൊക്കെ അല്ലാഹ് ചോദിക്കുക, എവിടെ കിടക്കണം? അപ്പോ ഈ ആയത്തിന്റെ വിശദീകരണം മറ്റൊരായത്താണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം ആരുണ്ട് അധികാരിയായിട്ട്? ലിമനിൽ മുൽക്കുൽ യൗം, ആ സമയത്ത് പറയപ്പെടും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ ഖഹാറായ, ഖഹാർ എന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും ആധിപത്യമുള്ളവെന്ന, സകലത്തിന്റെയും ആധിപത്യമുള്ള ഏകനായ അള്ളാഹുവിനാണ് ഇന്നേ ദിവസം ആധിപത്യമുള്ളത്, അധികാരമുള്ളത് എന്ന അർത്ഥത്തിൽ. അന്ന് മറ്റൊരു പേരിന് പോലും മറ്റൊരു അധികാരി ഇല്ല. ഇപ്പൊ ഈ ദുനിയാവിലേക്ക് ചേർത്തി പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ പേരിലെങ്കിലും രാജാക്കന്മാരുണ്ടല്ലോ. ഇപ്പോ ഒരു രാജാവിന്, ഇപ്പൊ ഒന്ന് ബഹ്റൈന്റെ രാജാവാണ്, ബഹ്റൈൻ രാജാവിന് ബഹ്റൈനിലൊക്കെ ഒരു അധികാരം ഉണ്ടല്ലോ. സൗദിയുടെ രാജാവാണ്, സൗദിയിലെങ്കിലും അധികാരമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് ഇന്ത്യയിലെങ്കിലും അധികാരമുണ്ട്. അന്ന് ആർക്കും ഒരു അധികാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അന്നത്തെ സാക്ഷാൽ അൾട്ടിമേറ്റ് റൂളർ, ഒരേ റൂളർ ഉണ്ടാവും. അതാണ് അല്ലാഹു ചോദിക്കുന്നത്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം മുൽക്ക്, ആധിപത്യം, അധികാരം ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ചോദിക്കണം. ഒരു ആധിപത്യം, ഒരു റെക്കമെൻഡേഷൻ ഉള്ള ഒരു പവർ പോലും അന്ന് ആർക്കും ഉണ്ടാവില്ലെന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അള്ളാഹ്ക്കാണ് സകല, അൾട്ടിമേറ്റ് ആധിപത്യം അള്ളാഹുവിനാണെന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുണ്ട്. ലാ യംലികു അഹദുൻ ഫി ദാലികൽ യൗമി മഅഹു ഹുക്മൻ, അന്നേ ദിവസം ആരും എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒന്നും അധികാരപ്പെടുത്തൂല എന്ന്. എന്നിട്ട് ആയത്തിൽ കാണാം, ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. ആയത്ത് നമ്മൾ കേട്ടുന്നല്ലോ, ഏതാ സൂറത്ത്? ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സ്വവാബ. ഏത് സൂറത്താ? അങ്ങനെ പറയാൻ പഠിക്കാനുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ തണുത്ത് ഇങ്ങനെ എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിട്ട് ഇങ്ങനെ ഇരിക്കരുത്. എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിങ്ങനെ കേൾക്കാൻ മാത്രം, അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ വരണം. ഹാഫിദിനോട് ചോദിച്ച പോലെ നമുക്ക് പരിചയമുള്ള സൂറത്തൊക്കെ ഏത് ആയത്ത് ചോദിച്ചാൽ ഇത് ഇന്ന സൂറത്തിലാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റണം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് കൊടുക്കാത്ത ആരും അന്ന് സംസാരിക്കൂല. അതാണ് മാലിക് യൗമിദ്ദീന്റെ ഒരു വിശദീകരണം. അഥവാ അൾട്ടിമേറ്റ് ആധിപത്യം അല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ യതകല്ലമൂൻ, സംസാരിക്കുക പോലും ഇല്ല. ഇല്ലാമൻ അദിന, അല്ലാഹു ഇതിന് കൊടുക്കാത്ത, പെർമിഷൻ കൊടുക്കാത്ത ഒരാൾ പോലും സംസാരിക്കുക പോലുമില്ല. അതാണ് അൾട്ടിമേറ്റ് ആധിപത്യം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം എന്നാണ് പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരർത്ഥം. മറ്റൊന്ന് സൂറത്തു താഹയിൽ കാണാം, വഖശഅത്തിൽ അസ്വാത്ത്, അന്നത്തെ ദിവസം അസ്വാത്തുകൾ, എന്താ അസ്വാത്ത് പറഞ്ഞാൽ? ശബ്ദങ്ങൾ. താഴ്ന്നു പോകും, ഒരു ശബ്ദം അന്ന് ഉണ്ടാവില്ല എന്ന്. വഖശഅത്തിൽ അസ്വാത്ത് ലിർറഹ്മാൻ, റഹ്മാന്റെ മുന്നിൽ അസ്വാത്തുകൾ, ശബ്ദം പോലും താഴ്ന്നില്ലാതാവുന്ന ദിവസം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, അന്ന് പെർമിഷൻ കൊടുക്കാതെ ഒരാളും സംസാരിക്കാതെ ദിവസം, ഒരാളും സംസാരിക്കുക പോലും ഇല്ല, മ്യൂട്ടായി പോകുന്നു. ആയിഷ ബീവി പറഞ്ഞില്ലേ, ആയിഷ ബീവി പറഞ്ഞു റസൂലുള്ളാഹിനോട്, റസൂലെ അന്ന് എല്ലാവരും നഗ്നരായിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ, ഹദീസിൽ കാണും. അപ്പൊ ആയിഷ ബീവി സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദിച്ചു, റസൂൽ അയ്യേ ബാക്കിയുള്ളവർ നമ്മൾ അവൃത്ത് കാണൂല എന്നുള്ളത് ചോദിച്ചപ്പം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ലാത്ത ഗൗരവപ്പെട്ട മറുപടി ഉണ്ട്. ആയിഷാനൊന്നും ആരും നേരം ഉണ്ടാവില്ല, അത്രയും ഗൗരവപ്പെട്ട യൗമുദ്ദീനായിരിക്കുന്നു. യൗമുദ്ദീന്റെ ഒരു ഷറഹും കൂടിയാണ്. അത്രയും ഗൗരവപ്പെട്ട ദിവസം, അത്രയും ഗൗരവം ഉണ്ടാകാൻ കാരണം അന്നേ ദിവസത്തിന്റെ മാലിക് അള്ളാഹു ആണ്. അതിനൊരു ഷറഹ് പറയാൻ പറ്റും. റസൂൽ ശഫാഅത്തുൽ ഉളുമ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അറിയേണ്ട കാര്യം? ശഫാഅത്തുൽ ഉളുമ, ഷഫാഅത്തുൽ ഉളുമ എന്ന് പറഞ്ഞാൽ എന്താ? ഷഫാഅത്തു സുഗറയുണ്ട്, ഉളുമയുണ്ട്.
ഷഫാത്ത് റെക്കമെൻഡേഷൻ ആണ്. ഷഫാത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഷഫാത്ത് ഉണ്ട് ശരിക്കും. പക്ഷെ ഷഫാത്തിൽ ഈ ഷഫാത്തിന് പെർമിഷൻ ഇതിന് അള്ളാഹ് തരണം. എന്താ ഷഫാത്തുൽ ഉളുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷഫാത്തുൽ ഉളുമ റസൂലിന് മാത്രമുള്ള ഷഫാത്താണ്. എന്താണ് ഒരു വ്യാഖ്യാനം ഉണ്ട്, അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഷഫാഅത്തുൽ ഉളുമ അത് ശരി. ആ ഹദീസ് ഇങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ രോമകശിക്ക് എണീച്ചിരിക്കും. അത്രയും ഗൗരവപ്പെട്ട ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിന്റെ മുന്നിൽ എത്രയോ വർഷങ്ങൾ സുജൂദിൽ കിടക്കുന്നു, എത്രയോ നേരം സുജൂദിൽ കിടക്കുന്ന, അഥവാ പരലോകത്തിന് നമ്മൾ കബറിന്ന് എണീച്ചു അവിടെ തന്നെ ആരാ കബറിന്ന് ഒന്നാമതായിക്കൊണ്ട് എണീറ്റ് വരിക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒന്നാമതായിക്കൊണ്ട് വസ്ത്രം ധരിപ്പിക്കപ്പെടുക പറഞ്ഞോ? സ്വഹാബികളല്ല, എന്തായാലും ആദം നബി അലൈഹി സ്വലാം അല്ല. ആദ്യമായി കൊണ്ട് എല്ലാവരും നഗ്നരായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഒന്നാമതായി കൊണ്ട് ആരാണ് വസ്ത്രം ധരിപ്പിക്കപ്പെടുക? റസൂലിനല്ല. റസൂലാണ് ഒന്നാമതായി കൊണ്ട് എണീറ്റ് വരും. ആരായിരിക്കും? ആണെന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ പറഞ്ഞു വന്നത് ഷഫാഅത്തുൽ ഉളുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബറിന്ന് എണീറ്റ് വന്ന ഉടനെ ഒന്നും വിചാരണ ആരംഭിക്കൂല. അന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞില്ല എത്തക്കലും ആർക്കും സംസാരിക്കാൻ കഴിയില്ല, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയിഷ മറ്റൊരാളെ കാര്യം നോക്കാൻ പോലും നമുക്ക് നേരണ്ടാവില്ല, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഏറ്റവും ഭയപ്പെട്ട് നിൽക്കുന്ന സമയം ലോകത്തൊരു മനുഷ്യൻ, അഥവാ നമ്മൾ കേട്ടില്ലേ അന്ത്യനാളിന്റെ അടയാളായിക്കൊണ്ട് ഒരു ഉമ്മ ഗർഭിണിയായ ഉമ്മ പ്രസവിച്ചു പോകുന്ന പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഉണ്ട്, ഗർഭിണിയായ ഒരു ഉമ്മ പ്രസവിച്ചു പോകുന്ന അത്രയും ഭയാനകത നിറഞ്ഞ സമയമായിരിക്കുന്ന. ശരിക്കും പരലോകത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ പഠിച്ചാൽ നമ്മൾ പോലും പഠിച്ചു. പരലോകത്തിന് സൂറത്തുൽ വാഖിയ നമ്മളൊന്ന് പഠിക്കണം. സൂറത്തുൽ വാഖിയ പഠിച്ചാൽ ശരിക്കും പഠിച്ചു. സൂറത്തുൽ വാഖിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നരക്കാൻ കാരണമായ ആയത്താണെന്നാണ്. ഒരാളെ മനുഷ്യൻ ഒരു സൂറത്തിന് ഒരു മനുഷ്യന്റെ മുടി നരപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ സൂറത്തിന്റെ പവർ ആലോചിക്കുക. ചിന്തിച്ചിട്ട് നരച്ചു റസൂലുള്ളാഹി. ഖിയാമത്താണ് പറ്റി പഠിച്ചത് നമ്മൾ നരച്ചു. ഒരു ഗർഭിണി വയറ്റിലുള്ള കുട്ടിനെ പ്രസവിച്ചു എന്ന പേടിച്ചിട്ട്, ആ പ്രസവിച്ചിട്ട് കുട്ടിനെ പോലും തിരിഞ്ഞു നോക്കാതെ പേടിച്ചിട്ട് ഉണ്ടാവുന്ന അത്രയും പേടിപ്പെടുന്ന സമയമാണ് പ്രതിഫല ദിവസം. അങ്ങനെ എത്രയോ വർഷം, എത്രയോ സമയം ഇത് വിചാരണ ആരംഭിക്കുക. ആൾക്കാരൊക്കെ പേടിച്ചിങ്ങ് നിൽക്കുക. ആ സമയത്ത് കുറെ ആൾക്കാർ എല്ലാ പ്രവാചകന്മാരുടെ പോയി പറയുന്ന, പ്രവാചകരെ ആദം നബിന്റെ അടുത്തു, ഇബ്രാഹിം നബിന്റെ അടുത്തു, നൂഹ് നബിന്റെ അടുത്ത്, എല്ലാ നബിമാരുടെ അടുത്ത് പോയി ചോദിക്കും, നിങ്ങൾ അള്ളാഹിനോടൊന്ന് റെക്കമെൻഡ് ഈ വിചാരണ ഒന്ന് ആരംഭിക്കാൻ. അത് ഒഴിച്ച് താങ്ങൂലാണ്. ഈ വിചാരണ ആരംഭിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ലേ, ആ അവസ്ഥ പോലും ആർക്കും താങ്ങാൻ കഴിയില്ല. എന്നിട്ട് ആളുകൾ പോയിട്ട് പ്രവാചകന്മാരുടെ അടുത്ത് ശുപാർശ നടത്തുന്ന, ഇബ്രാഹിമെ ഒന്ന് പോയിട്ട് അള്ളാഹിനോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക വിചാരണ ഒന്ന് തുടങ്ങാൻ. അപ്പൊ ഇബ്രാഹിം നബി പറയുന്ന വർത്താനം ശരിക്കും ഭയങ്കര പേടിപ്പെടുന്ന വർത്താനം. ഇബ്രാഹിം നബി പറയും, എനിക്ക് നിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് വെച്ചിട്ട്. ഇബ്രാഹിം നബി പറയുന്ന ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിന്റെ അപ്പുറം പിന്നെ വേറൊരു മനുഷ്യനില്ല. അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, എനിക്ക് പോലും എന്റെ അവസ്ഥ അറിയില്ല. ഇബ്രാഹിം നബി പോലും പേടിച്ചിട്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം എല്ലാവരും കൈവിടുന്നു. ആ സമയത്ത് മാഷാ അല്ലാഹ് അവിടെ ശരിക്കും നമുക്ക് പോലും ഒരു ഫദലുണ്ട്. നമ്മൾ പോലും എത്ര ഈമാനികരായിട്ടും ഒക്കെ ദുർബലരാ, പക്ഷെ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്താ പറയുക? ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ നമ്മൾ വെച്ചാൽ ഉമ്മത്ത് മുഹമ്മദ്. അവർ ശരിക്കും ഭയങ്കര ഇസ്സത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് കൊടുത്ത പോലത്തെ ഒരു ഷറഫും ആദരവും കറാമത്തും ദുനിയാവിൽ വേറൊരു നബിക്കും കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന നബിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബി ആരെച്ച മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായിക്കൊണ്ട് കബറിന്ന് എണീറ്റ് വരുന്ന, ആദ്യമായിക്കൊണ്ട് സ്വർഗത്തിൽ കയറുന്ന, അങ്ങനെ എല്ലാ വിശേഷങ്ങളുള്ള മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു ശ്രേഷ്ഠത ഉണ്ട്. ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്താണ്. മുഹമ്മദിന്റെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ പരലോകത്തുണ്ടാകുന്ന ഏത് നബിന്റെ സമുദായക്കാരാണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസുണ്ട്, തസവ്വദു അൽ വദൂദ് അൽ വലൂദ്. ധാരാളം സ്നേഹിക്കുന്ന, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കെട്ടണം എന്നാ. എന്തിനാ കാരണം? ഇന്നി മുകാസിറും ബിക്കും, നിങ്ങൾ ധാരാളമുള്ള, നിങ്ങളുടെ ധാരാളിത്യത്തിൽ ഞാൻ ഫഖർ ഉണ്ടാവുന്നു. നിങ്ങളുടെ ധാരാളിത്വത്തിൽ നിങ്ങൾ ധാരാളമുണ്ട് എന്ന വിഷയത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന പരലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളാ ഉണ്ടാവുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എല്ലാ ജനങ്ങളും റസൂലുള്ളാഹിന്റെ അടുത്തെത്തും. റസൂലെ ഇങ്ങളൊന്ന് അള്ളാഹിനോട് പോയി പറയും ഈ വിചാരണ ഒന്ന് ആരംഭിക്കും എന്ന് പറയുമ്പോൾ റസൂലുള്ള പോകുന്ന ആലോചിച്ചൊക്കെ. റസൂലുള്ളാഹിക്ക് നമ്മളോടുള്ള ഒരു
അവിടാണ് റസൂൽ റഊഫാണെന്നൊക്കെ ഒരു ആയത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് റഊഫാണെന്നാ. റസൂലുള്ളാഹിക്ക് ഭയങ്കര സ്നേഹം, നമ്മുടെ ആർദ്രത റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന ആയത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹ് റസൂലുള്ളാഹിനെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. റസൂല്, ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരാത്തതിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്ന് അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹ് സമാധാനിപ്പിക്കണ്ട. അത്രയും നമ്മളോട് സ്നേഹമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള എല്ലാവരും പോയി പറഞ്ഞപ്പോ അള്ളാഹിന്റെ അടുത്ത് ചെല്ലുന്നു. അള്ളാഹിന്റെ മുന്നിൽ സുയൂദി കിടക്കുന്ന റസൂലുള്ള, അള്ളാഹിന്റെ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ടാണ്, റെക്കമെൻഡേഷൻ കൊണ്ടാണ് ഖിയാമത്ത് നാളിലെ ഒന്നാമത്തെ വിചാരണ ആരംഭിക്കുക എന്നുള്ളതാണ് ഹദീസിൽ കാണാൻ സാധിക്കുക. അതാണ് ശഫാഅത്തുൽ ഉളുമ. ആ ശഫാഅത്തുൽ ഉളുമ പോലും ആരാ കൊടുക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ പോലും ഉടമസ്ഥൻ അഥവാ അൾട്ടിമേറ്റ് റൂളർ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഇത്രയും ശ്രേഷ്ഠതയുള്ള ആ യൗമുദ്ദീന്റെ മാലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു ഫീലിങ്സ് ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഉള്ളിൽ വരണം. മാലിക് യൗമുദ്ദീൻ. നാളെ ഒരു പള്ളി കയറി നിസ്കരിച്ചപ്പോൾ, നാട്ടിലൊരു പള്ളി കയറി നിസ്കരിച്ചപ്പോൾ അവിടെ ഒരു ചികിത്സക്ക് വന്ന അറബിയൻ ഇമാം വന്ന് മാലിക് യൗമുദ്ദീൻ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. ഈ ഒരു ഹദീസുകളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നാൽ ഈ ശഫാഅത്തുൽ ഉളുമയും അന്നത്തെ പരലോകത്തിന്റെ അവസ്ഥയും ഇബ്രാഹിം നബിന്റെ വർത്താനൊക്കെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മാലിക് യൗമുദ്ദീൻ കഴിഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു നമുക്ക് എങ്ങനെ പോകാൻ കഴിയാം? ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്യാൻ ഇൻഷാ അല്ലാഹ് മാലിക് യൗമുദ്ദീനും റഹ്മാൻ റഹീം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്ത് പഠിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുവാനും ആ പഠിച്ചത് ചിന്തിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ആ ഭയാനകരമായ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പരലോകത്തും സ്വർഗത്തിലും ചേർന്ന് നിൽക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിലെ തജ്വീദ് നിയമങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള ഇൻഷാ അല്ലാഹ് നാളെ ശനിയാഴ്ച രാത്രി നമ്മുടെ സ്ഥിരമുള്ള പഠന ക്ലാസ്സും ഉണ്ട്. ഇസ്തിഗ്ഫാർ, പാപമോചനം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഏറ്റവും മഹത്തായിട്ട് റസൂലുള്ള ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ പെട്ടത്തെ ഒരു കർമ്മമാണ് ഇസ്തിഗ്ഫാർ. ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാനുള്ള ഒരുപാട് കാര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എന്ന വിഷയത്തിലായിരിക്കും നാളത്തെ പഠന ക്ലാസ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും കുടുംബസമേതം വരാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ക്ലാസ്